ഹായ് നമസ്കാരം, ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും പുതിയതായിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് മുമ്പ് ബസൂക്കയുടെ ഒരു പോസ്റ്റർ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിലൊരു എഴുത്തുമുണ്ട്. എഴുത്തെന്താണെങ്കിൽ ബസൂക്കയുടെ ട്രെയിലർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിഗംഭീര പോസ്റ്ററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാനത് കാണിച്ച സൈഡിൽ വരുന്നതാണ്. അതായത് മമ്മൂക്ക ബസൂക്കയിൽ വേറൊരു ജാതി സ്റ്റൈലാണല്ലോ, അപ്പോൾ ആ സ്റ്റൈലിൽ തന്നെയാണ് കൂളിംഗ് ഗ്ലാസും താടിയും മുടിയൊക്കെ കെട്ടി വെച്ച് പോണിട്ടൈലൊക്കെ ആയിട്ട് ഒരു ബുള്ളറ്റ് പോലത്തെ ബുള്ളറ്റ് തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ബൈക്കിൽ കയറിയിരിക്കുന്ന സീനാണ് വന്നിട്ടുള്ളത്. അതിഗംഭീരമായുള്ള സംഭവമാണ്. എന്തായാലും ബസൂക്ക എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ലുക്ക് അടിപൊളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സിനിമയും അതുപോലെ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അടിപൊളി സിനിമയാവുന്നതാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ സിനിമയുടെ എന്താ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 10 എന്ന സിനിമ റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമ ചെറിയ സിനിമയാണ്. മറ്റുള്ള ഇപ്പോൾ ലാലേട്ടൻ്റെ എമ്പുരാൻ പോലെയുള്ള സിനിമയൊന്നുമല്ല. വളരെ കുറഞ്ഞ കോടികൾ മാത്രം ചിലവാക്കിയുള്ള സിനിമയാണ്. എമ്പുരാൻ 200 കോടിക്ക് ചിലവാക്കി നിൽക്കുന്ന സിനിമയാകുമ്പോൾ ഈ സിനിമയെ എന്താ പറയുക, ബസൂക്ക ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇനി എന്തായാലും എമ്പുരാൻ്റെ വിജയത്തിന് ശേഷമായിരിക്കും എന്തായാലും, അല്ലെങ്കിൽ വിജയമോ പരാജയമോ എന്താണെങ്കിൽ അതിന് ശേഷമായിരിക്കും എന്തായാലും ബസൂക്കേനെ പറ്റി ആളുകൾ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന് മാത്രമാണ്. ഇതിലേത് സിനിമയാവും, പൈസ കുറേ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏത് സിനിമയാണ് ഗംഭീരമാവുന്നതെങ്കിൽ ആ സിനിമ തന്നെയാവും ഫേമസ് ആവും. ഒരു സിനിമ 200 കോടി ചിലവാക്കിയ സിനിമയാണ് മറ്റേ സിനിമ. മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനൊന്നുമല്ല. ആദ്യത്തെ സിനിമയാണ്, ആദ്യത്തെ തിരക്കഥയാണ്. മമ്മൂക്ക നിർബന്ധിച്ചതും കൊണ്ട് മാത്രം സിനിമ സംവിധാനം ചെയ്ത ആളാണ്. ആ സിനിമയുമായിട്ട് പോലും മോഹൻലാൽ ഫാൻസുകാർ ഈ എന്താ പറയുക ഉരച്ച് നോക്കുന്നുണ്ട്, മാറ്റി നോക്കുന്നുണ്ട്. അതായത് ഒരു ആൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംവിധായകൻ പോലെയാണ് കാണിക്കുന്ന പൃഥ്വിരാജ് 2 സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ എമ്പുരാൻ്റെ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് പൃഥ്വിരാജിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ പേരുള്ളൂ. അതായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ മാത്രമല്ല കോടികൾ ചിലവാക്കിയുള്ള സിനിമ. ഇവിടെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, ആദ്യമായി തിരക്കഥ എഴുതുന്ന സിനിമ ഇവിടെ മമ്മൂട്ടി മാത്രം. അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അതായത് നമ്മൾ പണ്ട് മഹാഭാരത യുദ്ധം എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചപാണ്ഡവർ 5 പേരും, അവിടെ കൗരവരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരും. അതുപോലെ തന്നെയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരും ഈ 5 പേരുമായുള്ള യുദ്ധം പോലെയാണ് ഇപ്പോൾ ഈ സിനിമകൾ തന്നെ വരുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ നമ്മൾ താത്തിക്കെട്ടി പറയണമെന്നില്ല, നല്ല സിനിമയാവും. പക്ഷേ ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും, ഓവർ പ്രതീക്ഷകളാണ്. എന്താണ് നമുക്ക് 100% നമുക്ക് പറയാൻ സാധിക്കില്ല. ഓവറാണ്, എന്തോ ഓവറാകുമ്പോഴാണ് പ്രതീക്ഷകൾ പ്രശ്നം വരുന്നത്. പക്ഷെ ബസൂക്ക വളരെ സിമ്പിളായ സിനിമയാണ്. എന്തായാലും ബസൂക്കയ്ക്കും എമ്പുരാൻ 2 സിനിമകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.